കൊച്ചു കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിൻ വരുന്നത് നോക്കി ചിരിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും, വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഫ്രണ്ടിൽ വലിയ വ്യൂ ഇല്ല, പക്ഷെ നമ്മളിങ്ങനെ തലയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഒരാൾ വന്ന് നിന്നിട്ട് ചിലപ്പം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ മുഖത്തായിരിക്കും വന്ന് പതിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ മുടിയുടെ ഒരു ഭൂരിഭാഗവും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കപ്ലിങ്ങിലും ഒക്കെ പറ്റിയിരിക്കുന്നത് കാണും. ഇപ്പോഴും മരണം അവർക്ക് എളുപ്പമായിരിക്കാം, പക്ഷെ ഇത് കാണുന്നത് നമുക്കത് ഭയാനകമായിരിക്കാം. ഈ എമർജൻസി ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പുറകിലുള്ള പാളങ്ങൾ ബോഗികൾ മറിയും എന്നുള്ള കൺസെപ്റ്റൊക്കെ തെറ്റാണ്. അതൊന്നും മറിയത്തൊന്നുമില്ല. ഇവന്മാർ 3 പേരും കൂടെ വെള്ളം അടിച്ചിട്ട് ഒരുത്തനിട്ടൊരു ചവിട്ടം കൊടുത്തതാണ്. വണ്ടി മൂവ് ആയപ്പോഴത്തേക്കും അവന് വീണുപോയി 2 പീസ് വഹിക്കുക. നീ അല്ലേടാ ചവിട്ടിയത്, നീ ചവിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കത്തില്ലായിരുന്നു, നീ കൊന്നല്ലടാ, ആ ട്രെയിനിൻ്റെ അടിയിലോട്ട് നീ ചവിട്ടിയതല്ലേ എന്ന് പറഞ്ഞു. കാഴ്ചകൾ മാത്രമല്ല ഒരു ലോക്കോ പൈലറ്റിനൊരു ട്രെയിൻ ഓടിക്കുമ്പോൾ കിട്ടുന്നത് അനുഭവങ്ങളാണ്. അപ്പോൾ സർവീസിൻ്റെ ആദ്യഘട്ടത്തിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിന്നൊരു അനുഭവം എന്തായിരുന്നു? പ്രധാനമായിട്ടും ഇതിനകത്ത് ആളുകൾ ചോദിക്കുന്നൊരു കാര്യം ഇതാണ്, ആളുകൾ ട്രസ്പാസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞു. അതൊക്കെ അത്തരം അനുഭവങ്ങൾ നമ്മളെപ്പോഴും ഹോണ്ട് ചെയ്യും, നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരിക്കലും മറക്കില്ല. നമ്മൾ ഉറക്കത്തിൽ പോലും സ്വപ്നങ്ങളിൽ പോലും ഇപ്പോഴും കടന്നു വിടും. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ ട്രെയിൻ ഓടിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഇപ്പോഴും ഞാൻ 2022 ഡിസംബറിൽ റിട്ടയർഡ് ആയ ആളാണ്. ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് പോലും ഇതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അത്തരം ധാരാളം ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യമായിട്ട് കുറേ കഴിയുമ്പോൾ അത് യൂസ്ഡ് ടു ആയിപ്പോവും. നമ്മളത് ഇപ്പോൾ ഈ ആളുകൾ തലവെക്കുമ്പോൾ ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്കും വലിയ ഞെട്ടലും ഒക്കെ ഉണ്ടാകും. കുറേ കഴിയുമ്പോൾ നമ്മളതുമായിട്ടൊക്കെ അങ്ങ് കുറേ അഡ്ജസ്റ്റഡ് ആകും, പൊരുത്തപ്പെടും. സാറിൻ്റെ കരിയറിലുടനീളം അത്തരത്തിൽ എത്ര കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും? എണ്ണമറ്റ കാഴ്ചകളുണ്ടായിട്ടുണ്ട്. കാരണം ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് ആൾക്കാർ ഏറ്റവും സുരക്ഷിതമായിട്ട്, അതായത് ഉറപ്പുള്ളൊരു കാര്യം, മരിക്കും എന്നുള്ള ഉറപ്പുള്ളൊരു കാര്യം, ഒരിക്കലും ആത്മഹത്യ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല, അത് ഈ ട്രെയിനാണ്. കാരണം ഇത്രയും സ്പീഡിൽ പാഞ്ഞു വരുന്ന വലിയൊരു മാസ് ഓഫ് മെഷീൻ, ഒരു മാസ് മെഷീനാണിത്. അതിൻ്റെ മുമ്പിൽ കടന്നു കഴിഞ്ഞാൽ, ചാടിക്കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ള ഏകദേശം 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ തിരഞ്ഞെടുക്കുന്ന ഇത് കാര്യമായതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മരണം വളരെ ദാരുണമായിരിക്കും ചില സമയങ്ങളിൽ. അതായത് പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ കഴുത്തൊക്കെ വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിലൊന്നും അറിയാതെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ചിലപ്പോൾ ഇടിച്ച് ചെതറിപ്പോകുന്ന, അപ്പോഴും മരണം അവർക്ക് എളുപ്പമായിരിക്കാം, പക്ഷെ ഇത് കാണുന്നത് നമുക്കത് ഭയാനകമായിരിക്കും. കാരണം ഒരു ബോഡിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തെറിക്കുക, അല്ലെങ്കിൽ ചോര ഇങ്ങനെ ചീറ്റുക എന്നൊക്കെ പറയുമ്പോൾ, ഈവൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡീസൽ എഞ്ചിൻ ആകുമ്പോഴത്തേക്കും സൈഡിൽ ആണ് ഇതിൻ്റെ വിൻഡോ വരുന്നത്. വലിയൊരു വിൻഡോ ആയിരിക്കും. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നമ്മുടെ പകുതി ഭാഗവും എക്സ്പോസ്ഡാണ്, പുറത്തേക്ക് ഇങ്ങനെ നല്ലോണം കാണാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഫ്രണ്ടിൽ വലിയ വ്യൂ ഇല്ല, പക്ഷെ നമ്മളിങ്ങനെ തലയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഒരാൾ വന്ന് നിന്നിട്ട് ചിലപ്പം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ മുഖത്തായിരിക്കും വന്ന് പതിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ പിന്നെ കവേഡ് ആയതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളില്ല, എന്നാലും ഗ്ലാസ്സിലൊക്കെ വന്ന് തെറിക്കും, എന്നിട്ട് നമ്മളത് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മൾ ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ഈ മുടിയും മാംസമൊക്കെ, അത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ മുടിയുടെ ഒരു ഭൂരിഭാഗവും ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കപ്ലിങ്ങിലും ഒക്കെ പറ്റിയിരിക്കുന്നത് കാണാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എപ്പോഴായാലും എത്ര പൊരുത്തപ്പെട്ട ആളാണെങ്കിൽ ശരി, ഇത് കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ മുന്നിൽ എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാത്തൊരു യാത്രയാണ് ഈ ഓടിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ മുന്നിൽ സംഭവിക്കും എന്ന് ഉറപ്പുള്ളൊരു സാധനം നമ്മൾ അത് മുൻകൂട്ടി തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ നിസ്സഹായനായി പോയുന്ന അവസരങ്ങളുണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 100 കിലോമീറ്റർ ഓടുന്ന ഒരു ട്രെയിനിൻ്റെ മുമ്പിൽ ഏകദേശം ഒരു 100 മീറ്ററിനപ്പുറത്ത് ഒരു സ്ത്രീയും കൈക്കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. വളരെ വ്യക്തമായിട്ട് ഡേ ലൈറ്റിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല, പക്ഷെ നമ്മൾ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ്. നമ്മൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ കൈ
കൈകൊണ്ടാണല്ലോ ഇതിൻ്റെ ബ്രേക്കിംഗ്. അടിച്ച് എമർജൻസി തന്നെ അടിക്കും. ഈ എമർജൻസി ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ പുറകിലുള്ള പാളങ്ങൾ അല്ല ബോഗികൾ മറിയും എന്നുള്ള കൺസെപ്റ്റൊക്കെ തെറ്റാണ്. അതൊന്നും മറിയത്തൊന്നുമില്ല. അതൊക്കെ ആളുകളിങ്ങനെ പറഞ്ഞ് പല ഇതിലും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോക്കോ പൈലറ്റ് ബ്രേക്ക് പിടിക്കാതിരുന്നത്, ഇത്രയും ആൾക്കാരെ വായിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അത് മറിഞ്ഞു പോകത്തൊന്നുമില്ല. എമർജൻസി ബ്രേക്ക് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സേഫ് തന്നെയാണ്. പക്ഷെ നമ്മൾ അടിച്ചാലും ഇത് പാസ് ചെയ്ത് ഇടിച്ചിട്ട് പാസ് ചെയ്തു പോകും. അപ്പോൾ ഈ കുട്ടിയൊക്കെ ഒന്നും അറിയാതെ അമ്മയുടെ ചൂടും പറ്റി ചേർന്ന് ഒരുപക്ഷെ കുഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിൻ വരുന്നത് നോക്കി ചിരിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും, വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും. അതുപോലെ അവരുടെ കണ്ണിലെ ദുഃഖവും, എത്ര ദുഃഖത്തോടു കൂടി അല്ലെങ്കിൽ എത്ര ഒരു ഡിറ്റർമിൻഡ് മൈൻഡുമായിട്ട് നിൽക്കുകയാണെങ്കിൽ ശരി, മരണം തൊട്ടടുത്തെത്തി കഴിയുമ്പോഴത്തേക്കും അവരുടെ മുഖത്തൊന്നും ചെറിയൊരു ഭയം കാണും. പലയിടത്തും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. കണ്ണുകൾ വേണ്ടായിരുന്നു എന്നൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു പക്ഷേ അയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ അപ്പോഴത്തേക്കും അടിച്ച് കഴിഞ്ഞിരിക്കും. അടിച്ചിട്ട് പീസായിട്ട് തെറിച്ചു പോകുന്നവരെ നമ്മൾ കാണുമെന്നുള്ളതാണ് ആ സെക്കൻഡിൽ. രാത്രിയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കാണില്ല. അതുപോലെ തന്നെ ട്രാക്കിൽ വന്ന് കിടക്കുമ്പോൾ ചില ആൾക്കാരിങ്ങ് നീളത്തിലും കിടക്കും. അപ്പോൾ അവരുടെ നടുക്കൂടെ കയറിപ്പോയിട്ട് ഈ ഒരു പോർഷൻ പിന്നെ റോൾ ചെയ്ത് ഇതിനകത്തേക്ക് കയറി ഇതിൻ്റെ മെഷീൻസിലും മോട്ടറിലും ഒക്കെ തട്ടിയിട്ട് വീണ്ടും ചെതറി പീസായി പോകും. അപ്പം നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് മാറ്റിയിടാനോ ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ, ആക്ച്വലി ഞങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷേ പലരും ചെയ്യും അത്. കാരണം ആ ട്രാക്കൊന്ന് ക്ലിയറാക്കി നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൈ മാത്രമായിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ കുടലും ഒക്കെ ആയിട്ട് നമ്മൾ വാരിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ വരും. അതൊക്കെ ഭയങ്കര ഒരു ഭീതിജനകമായ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത അനുഭവങ്ങളാണ് അതൊക്കെ. ഇങ്ങനൊരു ആത്മഹത്യ നമ്മുടെ മുന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം നമ്മുടെ ലോക്കോ പൈലറ്റ് എന്താണ് ചെയ്യേണ്ടത്? ലോക്കോ പൈലറ്റ് നോർമലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുക. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ഈ ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് അതിന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു റോഡിൽ ഒരു ഹിറ്റ് ആൻഡ് റൺ അല്ല, ഹിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഒരു കേസൊക്കെ വരും. ഇങ്ങനെയുള്ള കേസുകളൊന്നും ഞങ്ങൾക്ക് വരാറില്ല. അത് കാരണം നമ്മളൊരു പാത്തിലൂടെയാണ് പോകുന്നത്. ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഇതൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോടതികളൊക്കെ ഒരു സമീപനം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. ഒരാളെ അബദ്ധത്തിൽ ഇടിച്ചാൽ പോലും അയാളുടെ അബദ്ധം അല്ലെങ്കിൽ ആത്മഹത്യ അല്ലാതെ അയാൾ ക്രോസ് ചെയ്യുമ്പോൾ ഇടിച്ചാൽ പോലും അത് പൂർണ്ണമായിട്ടും റെയിൽവേയുടെ തെറ്റല്ല. കാരണം നമ്മൾ ആ ഒരു പാത്തിലൂടെ മാത്രമേ ട്രെയിൻ ഓടിക്കുന്നുള്ളൂ. റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് ട്രസ്പാസ് ചെയ്യുന്ന ഒരു കേസൊന്നും എടുക്കാറില്ലെങ്കിൽ പോലും അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ അതിനകത്തൊരു വിറ്റ്നസ്സാവും. വിറ്റ്നസ്സായിട്ട് നമ്മളെ കോടതിയിലേക്ക് ചില സമയങ്ങളിൽ വിളിപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ അടുത്ത് വന്നിട്ട് മൊഴിയെടുക്കും. അത് അല്ലെങ്കിൽ നമ്മളെ ഫോണിലൂടെ വിളിച്ചിട്ട് എന്തായിരുന്നു ആ സംഭവം എന്നുള്ളത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻക്വയറി ചെയ്യും. അതോടുകൂടി അത് ആ പ്രശ്നം സോൾവ് ആയി. പക്ഷേ ഇതിനകത്ത് പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേക്കായിട്ട് ഉള്ള ഒരു ആക്സിഡൻറ്റ്, അതായത് ചില കൊണ്ടിടുക, കൊലപാതകം, അതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഒരു പടി കൂടെ കടന്ന് ആ കേസിൽ ഒരു ഇൻവോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻ വരും. നമ്മളൊരു പ്രധാന സാക്ഷിയാവും. അങ്ങനെ ഒരു കോടതി പോകേണ്ട ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിട്ടുണ്ട്. അതൊന്ന് എങ്ങനെയാണെന്ന് പറയാമോ? അത് എടപ്പള്ളി സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെ എപ്പോഴും നിർത്തും. കാരണം എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ തിരക്കുകൾ മൂലം എടപ്പള്ളി സ്റ്റേഷനിലെ എല്ലാ എക്സ്പ്രസ് ട്രെയിനും കുറച്ച് നേരം നിർത്തിയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. അങ്ങനെ നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സന്ധ്യാസമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദൂരം പോയി. നാളെ സ്പീഡ് എടുക്കുന്നേ ഉള്ളൂ. സ്പീഡ് എടുത്തൊരു 10, 30, 40 ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയിൻ പുള്ളി ചെയ്തു നിന്നു. ചെയിൻ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റേഷൻ സെക്ഷൻ ആയതുകൊണ്ട് സ്റ്റേഷനിൽ ആളുണ്ടാവുമല്ലോ. അപ്പോൾ അവർ വന്നിട്ട് ഇത് സെറ്റ് ചെയ്യും. IC ചെയിൻ പുള്ളി ചെയ്തതിൻ്റെ റീസെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമ്മൾ വാക്കി ടോക്കിലൂടെ പറഞ്ഞു ചെയിൻ പുള്ളിങ് ആണ്, വണ്ടി നിന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ശേഷം മാസ്റ്റർ പറയാം ശരി ആളിനെ വിടാം, അവർ നോക്കട്ടെ എന്ന് പറയും. നമ്മൾ ചിലപ്പം ഒന്ന് ചെല്ലാറുണ്ട്. ആ സമയത്ത് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേഷൻ്റെ മുമ്പിലാണ് വലിച്ച് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ ഒരു സ്റ്റാഫ് ഉണ്ടാകും. അവർ ഓടിച്ചെന്നിട്ടത് പെട്ടെന്ന് റീസെറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരികെ വരേണ്ട ടൈം കൂടെ ഡിലേ ആവണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ ഇരുന്നു. വിളിച്ചു ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല.
അപ്പോഴാണ് ശേഷം മാസ്റ്റർ വിളിച്ച് പറയുന്നുണ്ട് ഒരു റൺ ഓവർ ആയിട്ടുണ്ട്. ഞങ്ങളെ ടെക്നിക്കൽ ടൈം അതാണ്. ഒരാൾ അടിയിൽ പോയി കഴിഞ്ഞാൽ റൺ ഓവർ എന്ന് പറയും. ഒരു റൺ ഓവർ ആയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം താമസം ഉണ്ടാകുമെന്ന് പറയും. ബോഡി എടുക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് വണ്ടി മൂവ് ആയപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് വെച്ചതാണ്, ആത്മഹത്യയാണെന്ന് പറഞ്ഞു. അതങ്ങനെ പോയി ആ ബോഡിയൊക്കെ റിമൂവ് ചെയ്തു. അവസാനം ഞങ്ങളവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പോയി. പിന്നീട് പോലീസ് വന്നു. അതൊക്കെ നമ്മുടെ സ്മരണ പദത്തിൽ നിന്നൊക്കെ അതൊക്കെ മറന്നു. ഞങ്ങൾ പോയി കണ്ടൊന്നുമില്ല. ഏതായാലും അതൊരു സാധാരണ ഇൻസിഡൻ്റാണ്. ഈ റൺ ഓവർ എന്നൊക്കെ പറയുന്ന ഒരു യൂഷ്വൽ സംഭവമല്ലേ, അത് മറന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലൊരു SI വന്നിട്ട് ഞാനില്ലാത്ത സമയത്ത് വിളിച്ചു, കോളിംഗ് ബെല്ലടിച്ചിട്ട് പറഞ്ഞു പോലെ ഇന്ന ദിവസം എടപ്പള്ളിയിൽ വേണുഗോപാൽ സാറിൻ്റെ വൈഫല്ലേ, സാറുണ്ടോ? ഇല്ല, ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ശരി, അപ്പം ഞാൻ ഇവിടെ വന്നിട്ടൊരു സമൻസ് തരാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ സമൻസിനകത്ത് എഴുതിയിട്ടുണ്ട്, പോലീസുകാരനാണ് വന്നത്, SI അല്ല കേട്ടോ. സമൻസിനകത്തൊരു നമ്പർ എഴുതിയിട്ടുണ്ട്, CIA ഒന്ന് വിളിക്കാനും എന്നെത്തിയിട്ടുണ്ട്, പുറകിൽ ഇങ്ങനെ സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വൈഫിന് ഭയങ്കര പേടിയായി. ഇപ്പോൾ സമൻസ് എന്നൊക്കെ ആദ്യമായിട്ടില്ല എഴുതുന്നത്. അപ്പോൾ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ അത് തുറന്ന് വായിക്കുക. അപ്പോൾ എന്തൊക്കെയോ അതിനകത്ത് എടപ്പള്ളി സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രെയിൻ യാത്രയായിട്ട് ബന്ധപ്പെട്ട എന്താണ്, കുഴപ്പമില്ല ഞാൻ വന്നിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡേറ്റ് തന്നിട്ട് ആ ഡേറ്റിൽ അമൃത എക്സ്പ്രസ് വർക്ക് ചെയ്തത് സാറല്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ റെക്കോർഡ്സ് എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ആ ഡേറ്റ് നോക്കിയപ്പോൾ കൃത്യമായിട്ട് ഞാൻ തന്നെയാണ് അന്ന് വർക്ക് ചെയ്തിരിക്കുന്നത്. അന്നൊരു റൺ ഓവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു ജേണൽ എന്ന് പറയുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത് ഇൻസിഡൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, റൺ ഓവർ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞു. അത് ആത്മഹത്യയിലൊരു കൊലപാതകമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് പ്രൈം വിറ്റ്നസ്സാണ്, അതുകൊണ്ട് കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഞെട്ടിപ്പോയി, അത് കൊലപാതകമാണെന്ന് എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം പിന്നീട് കേട്ട് കഴിഞ്ഞപ്പോൾ കോടതിയിലൊക്കെ പോയി ജഡ്ജിയായിട്ടൊക്കെ സംസാരിച്ചു. അയാൾ ഒരു 10-15 മിനിറ്റ് സംസാരിച്ചിട്ട് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. പിന്നീട് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഈ അതിഥി തൊഴിലാളികൾ എല്ലാം ഒരുത്തനായിരുന്നു പെട്ടുപോയത്. അപ്പോൾ ഇത് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാർ 3 പേരും കൂടെ വെള്ളം അടിച്ചിട്ട് ഒരുത്തനിട്ടൊരു ചവിട്ടം കൊടുത്തതാണ്. വണ്ടി മൂവ് ആയപ്പോഴത്തേക്കും അവന് വീണുപോയി, 2 പീസുമായി പോയി, വണ്ടി കയറി ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരതേ ആ ഏരിയയിൽ എവിടെയോ ജോലി ചെയ്ത് ഏതോ ഒരു ചെറിയ ഫാക്ടറിയിൽ എവിടെയോ ജോലി ചെയ്യുന്ന ആൾക്കാരായിരുന്നു, ബംഗാളികളായിരുന്നു. അവരവിടെ ഇരുന്നുകൊണ്ട് സ്മോളൊക്കെ അടിച്ചിട്ട് ഈ 3 പേരും തമ്മിൽ വഴക്കായിട്ട് ഇവർ ഒച്ചത്തിൽ അവരുടെ ഭാഷയിൽ നീ അല്ലടാ ചവിട്ടിയത്, നീ ചവിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ അവൻ ഇപ്പോഴും നമ്മുടെ കൂടെ ഇവിടെ ഇരുന്ന് വെള്ളമടിക്കത്തില്ലായിരുന്നു, നീ കൊന്നല്ലടാ, ആ ട്രെയിനിൻ്റെ അടിയിലോട്ട് നീ ചവിട്ടിയതല്ലേ എന്ന് പറഞ്ഞു. ബംഗാളി ഭാഷയോ അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ ആ ഭാഷ അറിയാവുന്ന ഒരു മലയാളി അപ്പുറത്ത് ഇത് കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അവിടെയൊക്കെ ആൾക്കാരിങ്ങനെ വൈകുന്നേരം കുത്തിയിരിക്കുക അമൃത ഹോസ്പിറ്റലിൻ്റെ തൊട്ടിപ്പുറത്ത്. അയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു അതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പോലീസ് പെട്ടെന്ന് വന്ന് 3 പേരെയും പൊക്കി ചോദ്യം ചെയ്തപ്പോഴാണ് അതിൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ ചുരുൾ കഴിയുന്നത്. അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ സിമിലറായിട്ടുള്ള ഒത്തിരി കേസുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് അഭിമുഖീകരിച്ചിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ സൂയിസൈഡ് അല്ലാതെ ഈ അപകടങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടാവാറുണ്ട്. അതായത് ട്രെയിൻ വരുമ്പോൾ ഈ ആളില്ലാ റെയിൽവേ ട്രാക്കുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ഈ ആളില്ലാ റെയിൽ ട്രാക്കിൽ ആക്സിഡൻ്റിലായിട്ട് വന്ന് കയറുന്ന വാഹനങ്ങളിൽ വന്ന് ട്രെയിൻ ഹിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ സാറിൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിൽ ധാരാളം ആക്സിഡൻറ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് തീരദേശ റെയിൽവേ എന്ന് പറയുന്നത്. അത് അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകളിലേക്ക് കടന്നു പോകുന്ന വാഹനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വമാണെന്നാണ് റെയിൽവേയുടെ ഭാഷ്യം. പക്ഷേ അവിടെ ഒരു ഗേറ്റ് വെക്കാത്തതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം റെയിൽവേക്കുണ്ട്. അത് ശരിക്കും റെയിൽവേ അത് മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ദുരനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണ് റെയിൽവേ അത് ആ ഒരു നീക്കത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരു ട്രെയിൻ ഓടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആലപ്പി എക്സ്പ്രസ് ഒരു കാറ് വന്ന് കയറുകയും ആ കാറിനെ ഇടിക്കുകയും അതിനകത്തുണ്ടായിരുന്ന 4 പേരും ദാരുണമായിട്ട് മരണപ്പെടുകയും ചെയ്തു. അതെപ്പോഴും എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു കരടായിട്ട് അവശേഷിക്കുന്നു. റെയിൽ ക്രോസിൽ വെച്ചാണ് അത് മാരാരിക്കുളം എന്ന് പറയുന്ന സ്റ്റേഷന് തൊട്ട് മുമ്പായിട്ട് പൂപ്പള്ളിക്കാവ് എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്. അതിനോട് ചേർന്ന് പൂപ്പള്ളി ലെവൽ ക്രോസ് ഗേറ്റ്, അവിടെ ആളില്ലാത്തൊരിതായിരുന്നു. അപ്പം ഞങ്ങൾ പാസ് ചെയ്ത് വരുന്നു, 90 കിലോമീറ്റർ സ്പീഡുണ്ട്. അതേസമയം തന്നെ ഈ കാറും ഇതേ സമയത്തേക്ക് വന്നു.
പിന്നെ നോർമലി നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റിലും എപ്പോഴെങ്കിലും എപ്പോൾ വന്നാലും ഒരു വാഹനം അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമുക്കത് നിർത്തിയിട്ട് അവരെ കടന്നു പോവുകയോ അല്ലെങ്കിൽ അവരെ വാൺ ചെയ്യുകയോ അത് പോസിബിൾ അല്ല. അങ്ങനെയാണ് നമുക്ക് ട്രെയിൻ ഓടിക്കാൻ പോലും പറ്റില്ല. കാരണം ആലപ്പുഴ തീരദേശ റെയിൽവേയിൽ ആ സമയത്ത് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഉടനെ ഒരു അൺമാൻഡ് LC ഗേറ്റ് ഉണ്ടാവും. അത്രയും ഗേറ്റുകൾ ആളെ വെക്കുന്നതും പോസിബിൾ അല്ല. പല ഗേറ്റുകളും അടച്ചു പൂട്ടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കൂടെ അണ്ടർപാസ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ റെയിൽവേ ചെയ്തിരിക്കുന്നത്. ചിലയിടത്തൊക്കെ ഗേറ്റ് മാനെയും വെച്ചിട്ടുണ്ട്, ഗേറ്റും വെച്ചിട്ടുണ്ട്, ആളെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു കൺസെപ്റ്റും അല്ലെങ്കിൽ ശീലവും അനുസരിച്ച് ഇത് വണ്ടി കാണുമ്പോഴത്തേക്കും അവർ സ്റ്റോപ്പ് ചെയ്യും. അവർ നമുക്ക് ഒരു മലയാളികൾക്ക് അല്ലെങ്കിൽ പൊതുവെ റോഡിലുള്ള ആൾക്കാർക്ക് ഒരു സ്വഭാവമുള്ളതെന്ന് പറഞ്ഞാൽ ഓടി വന്നിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് വരുന്നൊരു പരിപാടിയില്ല. പലപ്പോഴും നല്ല പാഞ്ഞു വന്നിട്ട് അവിടെ വന്ന് ചവിട്ടി നിർത്തിയിട്ട് നമ്മളെ നോക്കിയിട്ട് ആറ്റാ കാണിക്കുന്നൊരു ഇതാണ്. അതുപോലെ ഇയാൾ നിർത്തുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അയാളും കയറി വന്നു, ഞങ്ങളും കയറി വന്നു, അത് ഇടിച്ചു. ഇത് കറങ്ങി മേലേക്ക് പോയി അപ്പുറത്തൊരു മാസ്റ്റിൽ ചെന്ന് ഇടിച്ച് തകർന്ന് തരിപ്പണമായിട്ട് അപ്പുറത്തൊരു കുളത്തിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ. ഇത് ഇടിക്കും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ബ്രേക്ക് ചെയ്തു. ഞാനും അസൻ ലോക്കോ പൈലറ്റും ബ്രേക്ക് ചെയ്തു. പക്ഷേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. വലിയൊരു ശബ്ദത്തോടു കൂടി ഇടിക്കുകയും ഒരാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷവും ബാക്കി 3 പേരും സ്പോട്ടിലും മരിച്ചു. അപ്പോൾ ഇവർ അതിൽ ഒരാളൊഴിച്ച് 2 പേരൊഴിച്ച് പിന്നെ വിദേശ ദമ്പതികളും ഹോട്ടലിലെ മരേരി റിസോർട്ടിൽ താമസിച്ചിരുന്നവരാണ്. ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും ഡ്രൈവറും ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഈ 2 പേര് വിദേശ ദമ്പതികളായിരുന്നു. ജർമ്മനിയിൽ നിന്നും നമ്മുടെ അവധിക്കാലം ആഘോഷിക്കാനായിട്ട് കേരളത്തിലേക്ക് വന്നവരായിരുന്നു. അവർ മരിച്ചുപോയി. അതൊരു വല്ലാത്തൊരു വലിയൊരു വാർത്തയായി മാറി. ആ വാർത്തയെ തുടർന്നിട്ട് ഒരു ജനകീയ അഭിപ്രായവും അത് ഒത്തിരി രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെ ധാരാളം അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുണ്ട്, ഇതുപോലെയുള്ള ആക്സിഡൻ്റ് ഇവിടെ ഒരു തുടർക്കഥയാണ്. സത്യമാണ്, എനിക്ക് മുമ്പും ധാരാളം കൊളീഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എഴുപുന്ന സ്റ്റേഷൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു വണ്ടി ഇടിച്ചിട്ട് 2 പേര് മരിച്ചു. അതിനു മുമ്പ് ചേപ്പാട് ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ചേപ്പാട് ദുരന്തത്തിൽ 36ഓളം പേരാണ്. ഞാൻ സർവീസിലുണ്ട്. എൻ്റെ ട്രെയിനല്ലായിരുന്നു മാത്രം. ഞാനന്ന് അസൻ ലോക്കോ പൈലറ്റാണ്. ആ സമയത്ത് അത്രയും പേരാണ് ഒരു കല്യാണ പാർട്ടി കഴിഞ്ഞ് പോയ ഒരു ബസ്സിനകത്ത്. 2 പേരോ മറ്റോ അതിനകത്ത് രക്ഷപ്പെട്ടുള്ളൂ. ബാക്കി എല്ലാവരും പീസായിപ്പോയി, ചിതറി പോയി എല്ലാവരും. അങ്ങനെ കുറേ അപകടങ്ങൾ തുടർക്കഥയായതിനു ശേഷമാണ് റെയിൽവേ ആ ഒരു കാര്യത്തിൽ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ഒരു പരിപാടി ചെയ്തു. അത് ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്ത് ഈ തീരദേശ റെയിൽവേ ആയിരുന്നു. അവിടുത്തെ പല അൺമാൻഡ് ലെവൽ ക്രോസ് ഗേറ്റുകൾ അവർ അടച്ചുപൂട്ടിയാൽ മതി. അതിന് തൊട്ടപ്പുറത്തെ വേറെ ഇതുണ്ട്, വേറെ ലെവൽ ക്രോസ് ഗേറ്റുകളുണ്ട്, റോഡുകളുണ്ട്. അടച്ചുപൂട്ടി ചിലയിടത്തൊക്കെ അണ്ടർപാസ് ചെയ്ത് നിർമ്മിച്ചു, ചിലയിടത്തൊക്കെ ആളെ വെച്ചിട്ട് ഗേറ്റുകൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു നല്ല കാര്യം റെയിൽവേ ചെയ്തു. ഇപ്പോൾ ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ വളരെ വിരലിലെണ്ണാവുന്ന, അത് വളരെ ട്രാഫിക് കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആളില്ലാത്ത ലെവൽ ക്രോസ് ഗേറ്റ്. അത് റെയിൽവേ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ്, ഒരു നേട്ടം തന്നെയാണ് റെയിൽവേയുടെ കാര്യത്തിൽ. സാർ, അതുപോലെ തന്നെ ഈ കാലക്രമത്തിൽ ഇങ്ങനെ ഈ എഞ്ചിനുകൾക്ക് പരിണാമം സംഭവിച്ചു. അതുപോലെ തന്നെ ഈ പാളങ്ങൾ നമ്മൾ കാണുന്ന പണ്ട് തൊട്ട് ഇന്ന് വരെ മരപ്പാളങ്ങളായിരുന്നു, പിന്നീട് ഇന്ന് കാണുന്ന രീതിയിലേക്ക് വരുന്നു. ഇപ്പോൾ പാളങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പാളങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ നോളജ് എനിക്കില്ല, കാരണം ഞാൻ അതിനേക്ക് കൂടുതൽ പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പീസസ് പിന്നെ എക്സ്പാൻഷൻ ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അതിനുശേഷം അത് വെൽഡഡ് റെയിൽസായി, കണ്ടിന്യൂസ് വെൽഡഡ് റെയിൽസ് ആയി, അതിനുശേഷം ഒരു ലോങ് വെൽഡഡ് റെയിൽസായി. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെയിൻ പോകുമ്പോൾ തന്നെ നമുക്ക് കട എന്നുള്ള ഭയങ്കര സൗണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ 110 ഓടുന്ന ട്രെയിൻ പോലും അകത്തിരുന്ന് കഴിഞ്ഞാൽ ഈ സൗണ്ടുകളൊന്നും നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പാളത്തിൻ്റെ യൂസ് ചെയ്യുന്ന പാളം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ കാലാവസ്ഥയുടെ ഡിഫറൻസ് കൊണ്ടൊന്ന് ഇതിനകത്ത് ക്രാക്ക് വരും, പെട്ടെന്ന് ട്രെയിൻ വിള്ളലുകൾ ഉണ്ടാവും. അപ്പോൾ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേപ്പറിൽ കാണുന്നൊരു കാര്യമായിരുന്നു പാളത്തിൽ വിള്ളൽ, പരശുരാം വൈകി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ മെറ്റീരിയൽ, നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനകത്ത് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. റെയിൽവേക്ക് സ്വന്തമായിട്ട് റിസർച്ച് ആൻഡ് ഡിസൈൻ ഓർഗനൈസേഷൻ തന്നെയുണ്ട്, അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുറേ കൂടെ ടെക്നോളജി വികസിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു പാളത്തിൻ്റെ ഇതിലൊക്കെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിനോട് അടുത്ത രീതിയിൽ
വരുന്നുണ്ട് നമ്മുടെ ഇവിടെ. പക്ഷേ ഇവിടുത്തെ ടെറൈൻ എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ഭൂപ്രകൃതിയും ഒക്കെ നമ്മൾക്ക് ഈ സ്പീഡ് കൂട്ടുന്നതുമായിട്ട് വളരെ ലിമിറ്റേഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് അതിനകത്ത് നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 80-ലും 90-ലും ഒക്കെ മാത്രമായിരുന്ന സ്പീഡുകൾ ഇപ്പോൾ 110-ലും 130-ലും ഒക്കെ വന്ന് നിൽക്കുന്നുണ്ട്. 130 ഒക്കെ ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ അങ്ങനെ സാവധാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് എന്തായാലും